ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ചെയ്യാണ്ടിരിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഞായറാഴ്ച ഇടാൻ വെച്ചിരുന്ന വീഡിയോ കേട്ടോ. ഇത് ഞായറാഴ്ച നമ്മൾ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തായിരുന്നു. അത് യൂട്യൂബുകാർ റിപ്പോർട്ട് അടിച്ചു. നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ആ വീഡിയോ റിമൂവ്ഡ് എന്ന് പറഞ്ഞാണ് എഴുതി കാണിക്കുന്നത്. അത് വിധുക്കുട്ടൻ എനിക്കിട്ടൊരു പാട് തന്നാണ്. വിധുക്കുട്ടൻ നിക്കർ ഇട്ടിട്ടില്ലായിരുന്നു. വിധുക്കുട്ടൻ നിക്കറിടാൻ വിധുക്കുട്ടന് മടിയാണ്. വിധുക്കുട്ടൻ നമ്മൾ നിക്കറോ പാമ്പേഴ്സോ ഒക്കെ ഇട്ട് കൊടുത്താൽ അത് അപ്പം തന്നെ ഊരി മാറ്റും. അപ്പോൾ അങ്ങനെ അവൻ ഊരി മാറ്റി. ഞാനത് ശ്രദ്ധിച്ചുമില്ല വിളക്ക് കത്തിച്ചപ്പോൾ. അപ്പോൾ അതങ്ങനെ അത് ഫ്രണ്ടിൽ തന്നെ തമ്മിലും ഞാനത് ആ ഫോട്ടോ കൊടുത്തുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് അപ്ലോഡ് ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ അവരത് റിമൂവ് ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റും. ഞാൻ എല്ലാം എഡിറ്റും കാര്യങ്ങളും വോയിസ് ഓവറൊക്കെ കൊടുത്ത് നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷെ അത് അവർ റിമൂവ് ചെയ്തു. അപ്പോൾ ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിരുന്നു ക്ലീനിങ്ങിൻ്റെ, നമ്മുടെ റൂം ക്ലീനിങ്. അതിൻ്റെ ലാസ്റ്റ് ആയപ്പോൾ ഒരു 5 മിനിറ്റാണോ 2-3 മിനിറ്റത്തേക്ക് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്. എന്ത് പറ്റിയതാണെന്ന് എനിക്കറിയില്ല. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ മിസ്റ്റേക്കാന്ന് തോന്നുന്നു. പക്ഷേ അപ്ലോഡ് ചെയ്യണവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്ത് എന്തോന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു ക്ലിപ്പ്, അതായത് ആ മുറിയുടെ ഫൈനൽ ലുക്ക് എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ആണ്. കുഞ്ഞെന്ന് വെച്ചാൽ 1-2 മിനിറ്റേ ഉള്ളൂ. അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. എന്നാലാണ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. പിന്നെ പറയാനായിട്ട്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് ഇഷ്ടമെന്ന് എന്നെ അറിയിച്ചാൽ, അതിപ്പോൾ ഫാമിലി വ്ളോഗായിട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്, ഓരോ റുട്ടീൻ അങ്ങനെയൊക്കെ കൊണ്ടുപോകാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതങ്ങനെയാണോ നിങ്ങൾക്കും ഇഷ്ടമെന്നുള്ളത് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. പിന്നെ എന്താ പറയാനുള്ളത്, ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് വെക്കണതാണ്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഈ പിള്ളേർ ഇടയ്ക്ക് വരുന്നതുകൊണ്ടാട്ടോ വീഡിയോ മുറിഞ്ഞ് പോകണം. അപ്പോൾ അവരെ ശ്രദ്ധിക്കാനായിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഏത് ടൈപ്പുള്ള വീഡിയോ ആണ് നിങ്ങൾ എന്നെ അറിയിക്കണം, എന്നാലേ എനിക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനെ ഓർത്ത് ഇരിക്കുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ മറന്നു പോണതാണ്. പിന്നെ നമ്മുടെ 2 ഷോർട്സ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ സബും 150 കഴിഞ്ഞ് 160 ആകാറായി നിൽക്കുവാണ്. അതിനും ഒത്തിരി സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, 100 ആയപ്പോൾ തന്നെ പൊട്ടൻ ലോട്ടറി അടിച്ച മാതിരിയായിരുന്നു എൻ്റെ അവസ്ഥ. എന്ന് വെച്ചാൽ ഞാൻ അത്രയും ഒരു 50 സബ് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് നിങ്ങളോട്. പിന്നെ അപ്പോൾ നിങ്ങൾ തുടർന്നും ഇതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ അതിങ്ങനെ എടുത്തെടുത്ത് പറയാനെന്ന് വെച്ചാൽ ഞാനാണെങ്കിലും ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാറുണ്ട്, ലൈക്ക് ചെയ്യാനും മറന്നു പോകാറുണ്ട്. ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയപ്പോഴാണ് ഞാനത് ഇപ്പം കൂടുതലും ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ അത് ഞാൻ ആദ്യം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല വീഡിയോ എടുക്കുക എന്നുള്ളത്. ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാൻ എടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായി തുടങ്ങിയത്. നല്ലപോലെ, അതായത് ഈ ഫോൺ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഫോൺ വീഡിയോ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടക്കേന്ന് പറഞ്ഞ് പണികളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം. നമ്മൾ ഫോൺ ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചൊക്കെ ചെയ്ത്, പിന്നെ പിള്ളേർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും. അപ്പോൾ ഇത് ഇന്നലെ മിസ്സായി പോയ വീഡിയോ തന്നെ ഈ വ്ളോഗിൻ്റെ ഫസ്റ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, കട്ട് ചെയ്തപ്പോൾ കയറി ഇറങ്ങിയപ്പോൾ ഇപ്പം വിൻഡോയുടെ കർട്ടനൊക്കെ മാറ്റി വേറെ കർട്ടനൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇത് ചേട്ടായി ഞാനും കൂടെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് ഫ്ലോപ്പ് ആയപ്പോൾ ചേട്ടായിക്ക് മേലൊക്കെ ചൊറിയുന്നുണ്ട് നല്ലപോലെ. അത് കഴിഞ്ഞിട്ട് കയറി ഇറങ്ങിയായി കിടക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടായി ചോറിനാൻ കയറിയിരുന്നപ്പോൾ ഞാൻ ദേവനെ വിളിച്ച, അമ്മ ചേട്ടായിക്ക് ചോറൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ കുട്ടിപ്പട്ടാളത്തെ വിളിച്ചപ്പോൾ അത് അതിനേന് വലിയ കൊളാക്കി തന്നു. അതും കയറി ഇറങ്ങിയൊക്കെ പോയി. പിന്നെ പുപ്പാമ്മനെ വിളിച്ചാണത് ഒരേപോലെയൊക്കെ വെട്ടി റെഡിയാക്കിയത്. ഞാൻ എന്നാ പറഞ്ഞ് വിളിച്ചാൽ പുള്ളിക്ക് ഇഷ്ടമാണ് ചെയ്യാനൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല, എന്ന് വെച്ചാൽ കൊളാവും. നിക്കറൊക്കെ മറിച്ചാണ് ഇട്ടേക്കണം. പിന്നെ ഞാൻ അതൊന്നും കൂടി ലെവൽ ചെയ്ത് പിന്നെ അമ്മ വന്നപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊക്കെ വെട്ടിയിട്ടോ. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ പോവാണ്. നേരത്തെ അലമാരി ഇപ്പുറത്തെ ഈ ബെഡ് കിടക്കുന്ന സൈഡിലായിരുന്നു അലമാരി ഇരുന്നത്. ഇപ്പം ഇങ്ങനെ ഇട്ടപ്പോൾ കുറച്ചും കൂടി സൗകര്യമായി. ഇപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് ഇടാറുണ്ട്. ഇപ്പോൾ ഒരു സമാധാനം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. ഇനിയിപ്പോൾ അടുത്തെങ്കിലും ക്ലീൻ ചെയ്യണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച്. ഇല്ല, ഇനി എല്ലാ പ്രാവശ്യവും രണ്ടാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ ഇതാണ് നമ്മുടെ മുറിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഈ പെയിൻ്റൊക്കെ മാറ്റി റീഅറേഞ്ച് ചെയ്തൊക്കെയുള്ളൊരു വീഡിയോ നമുക്ക്
കുറച്ച് കാലം കഴിയുമ്പോൾ ഇടാം. കാലമല്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ 2-3 മാസം കഴിയുമ്പോൾ ഇടാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അലമാരിയൊക്കെ ക്ലീൻ ചെയ്ത് ഫാനൊക്കെ നല്ല അടിപൊളിയായിട്ട് കറങ്ങണമുണ്ട്. ആർത്തുല്ലസിച്ച് കറങ്ങുവാണ് ഫാനൊക്കെ. എന്ന് വെച്ചാൽ പൊടിയുടെ പിടിയിൽ നിന്ന് ഫാനൊക്കെ മോചിപ്പിച്ചല്ലോ. എല്ലാവരും നല്ല സന്തോഷത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ എല്ലാം ക്ലിയർ ആക്കി പൊടിയൊക്കെ തൂത്ത് നല്ല വായു ശ്വസിക്കുവാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തുടക്കം ഇതാണ്. സന്ധ്യയ്ക്ക് മിറ്റടിക്കുവാണ്. വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിധുക്കുട്ടൻ അവിടെ നടപ്പുണ്ട്. മഴയും കോളൊക്കെ ഉണ്ട്, മഴക്കാറും ഒക്കെ ഉള്ളതുകൊണ്ട് വെളിയിലേക്ക് മിറ്റടിക്കുന്നില്ല. നമ്മൾ ആ ഷീറ്റിട്ട ഭാഗത്ത് മാത്രം മിറ്റടിച്ച് വെള്ളം തെളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ട് ചവറില്ല. പിന്നെ മരമൊക്കെ വെട്ടി. പിന്നെ കാറ്റടിക്കുമ്പോൾ ചവറ് മിറ്റന്ന് നമ്മുടെ മിറ്റിൻ്റെ അങ്ങോട്ട് തെറിച്ച് വീണാണ്. അപ്പോൾ ചേട്ടായിക്ക് നല്ല പനിയും, ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീഡിയോയിൽ, റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മഴ നനഞ്ഞ് ടാങ്ക് കഴുകാൻ കയറി മൊത്തം മഴ നനഞ്ഞ് പനിയൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ വൈകുന്നേരമാണ് കുളിക്കണേ. ഇത് ഞാൻ നേരത്തെ എടുത്ത് വിളിച്ച് വീഡിയോ, മറ്റേത് ഞാൻ റീഷൂട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞായിരുന്നു യൂട്യൂബ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിരുന്നതാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തത്. വിളക്ക് കത്തിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും വിധുക്കൂട്ടൻ നിക്കറിട്ടിട്ടുണ്ടോ എന്ന്. അവന് ഇഷ്ടമല്ല അത് ഇടുന്നത്. അപ്പോൾ ഇത് വിളക്ക് കത്തിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഇത് ഞാൻ ആ പച്ച ഉടുപ്പിട്ടിരുന്നതൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്തതാണ്. ഇത് ഇന്നലെ ഷൂട്ട് ചെയ്തതാണ്, റീഷൂട്ട് ചെയ്തതാണ് കേട്ടോ. റിപ്പോർട്ട് അടിച്ചുകൊണ്ട് ഇതിലൊന്നും അവൻ നിക്കറിട്ടിട്ടില്ലായിരുന്നു, അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അപ്പോൾ ദേവൻ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. വിളക്ക് കത്തിക്കുമ്പോൾ TV കാണുമ്പോൾ ഭക്ഷണം കഴിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. ആ സമയത്ത് അവൻ കരയുന്നതുകൊണ്ടാണ്. പിന്നെ സന്ധ്യ സമയമായപ്പോൾ കരയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താണ്. അപ്പോൾ ഞാൻ കിണ്ടിയും ചന്ദനത്തിരിയൊക്കെ കൊണ്ടുപോയി വെച്ചത് വിളക്കും വെക്കുവാണ്. വിധുക്കുട്ടനും വന്നു. വിധുക്കുട്ടൻ്റെ സ്ഥിരം പരിപാടി കണ്ട ഊതിക്കെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ തമ്പായി പ്രവർത്തിക്കാനൊക്കെ പറയുക. പുള്ളി കൊതുകിനെയൊക്കെ കൊന്ന് നടക്കുവാണ്. ഊതിക്കെടുത്തിക്കൊണ്ടിരിക്കുവാണ്. വിളക്ക് എന്ത് ചെയ്താൽ കത്തിക്കാൻ സമ്മതിക്കില്ല, അവനപ്പം അത് ഊതണം. അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടായും ദേവനും ഒക്കെ ഉറങ്ങി ഏറ്റിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലത്തെ എല്ലാം നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ ദേവന് വിശക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ദോശ ഉണ്ടായിരുന്നു. രാവിലത്തെ ദോശമാവിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അതും 2 പൊറോട്ടയുടെ ബാലൻസും ഉണ്ടായിരുന്നു. അതായത് പാക്കറ്റിൽ റെഡി ടു കുക്ക്, അതിനകത്ത് 2 ബാലൻസ് പൊറോട്ട ഉണ്ടായിരുന്നു. അതും റെഡിയാക്കി ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ദോശമാവ് ഇച്ചിരി കട്ടയായിട്ടിരിക്കുമായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെക്കാത്തതുകൊണ്ട് ഇച്ചിരി ഐസായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് കലക്കി റെഡിയാക്കി പാൻ അടുപ്പേ വെച്ചു. ദോശ ചുടാൻ പോവാണ്. ദേവന് വിശക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് പറയുമ്പോഴേ ഉണ്ടാക്കി കൊടുത്തില്ല. പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് വിശക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചേട്ടായിക്ക് ദോശ മതി എന്ന് പറഞ്ഞ്, ദേവനും ആദ്യം ദോശ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ പൊറോട്ട ഉണ്ടാവും. പുള്ളി പറഞ്ഞു എനിക്ക് പൊറോട്ട മതി അമ്മേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പൊറോട്ട ഉണ്ടാക്കി കൊടുത്തു. ഇത് കുട്ടനും കഴിച്ചോളും, കറിയില്ലാണ്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അമ്മ സന്ധ്യ ആയതുകൊണ്ട് ചോറേ ഉണ്ണാറുള്ളൂ. അപ്പോൾ അവർക്കുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ, ദോശയും പൊറോട്ടയൊക്കെ. അപ്പോൾ ഞാൻ ഈ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. വെട്ടം കുറവ് കാണും, കാരണം രാത്രിയിൽ എടുത്തുകൊണ്ട് അധികം വെട്ടവും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളൊരു നൈറ്റ് വ്ളോഗാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് വെട്ടവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, നിങ്ങൾ ക്ഷമിച്ചു കൊള്ളുക. ദോശ എടുക്കുവാണ്. ചിലപ്പോൾ ഫ്ലോപ്പ് ആവും, ചിലപ്പോൾ ആ പാനയിലൊന്നും ഒട്ടിപ്പിടിക്കും കേട്ടോ. പക്ഷേ ചില നേരത്തൊന്നും കുഴപ്പമില്ല. ഞാൻ കുഞ്ഞു ദോശയാണ് ചുടുന്നത്. അവർക്ക് മൊരിഞ്ഞ് മറ്റേ നെയ് റോസ്റ്റ് പോലത്തെ ദോശ ചുടാറുണ്ട്. പക്ഷേ നെയ്യില്ലാത്തതുകൊണ്ട് പിന്നെ ആ സാഹസത്തിനൊന്നും നിന്നില്ല. ഇത് തന്നെ എണ്ണ ഒഴിച്ചെടുത്ത് അടുത്ത ദോശ ചുടുവാണ്. ദോശ ചൂടോടെ തിന്നാൻ കറിയൊന്നും വേണമെന്നില്ല, പക്ഷെ ചമ്മന്തി ഉണ്ടായിരുന്നു ദോശയ്ക്ക് സൈഡായിട്ട്. എണ്ണയൊക്കെ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ദോശ ആയി വരുന്നു. പാൻ കണ്ടുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, വേറെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഡെയിലി ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മാതിരിയൊക്കെ ആയി കഴിയുമ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഇത് ദേവന് പൊറോട്ട റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂടോടെ ഒരെണ്ണം ഇട്ട്. ദേവൻ കണ്ടോ സൈഡ് വഴിയൊക്കെ നടക്കണം, വിശക്കണം എന്ന് പറഞ്ഞ് ഓടി വന്നുകൊണ്ടിരിക്കും അടുക്കളയിട്ട്. അപ്പോൾ ഞാൻ കടയിലേക്ക് അടിക്കുന്ന പോലെ ചുമ്മാ ഒന്ന് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ച്, എന്നാലല്ലേ ആ ചൂട് കിട്ടുമല്ലോ, ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണം റെഡിയായില്ല. പിന്നെ കീറി ഇട്ട് കൊടുത്താൽ വിധുവും ദേവനും ഒക്കെ തിന്നോളുമല്ലോ. വിധുക്കൂട്ടന് ഇഷ്ടമാണ് അങ്ങനെ ചൂടോട് കൂടി കഴിക്കാനായിട്ട്. അപ്പോൾ രണ്ടുപേരും കഴിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ കീറി ഇട്ട് കൊടുത്തു. ചേട്ടായിക്ക് ദോശയും കൊണ്ടേ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ചായി അമ്മയൊക്കെ വന്നത്. അവരവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെ കാണാനായിട്ട് വരും. സന്ധ്യയപ്പോൾ അവരും വന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നപ്പോൾ ഉപ്പാമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് കപ്പ ഇരിപ്പുണ്ടല്ലോ, കപ്പ പുഴുങ്ങാം, എല്ലാവർക്കും ഇരിക്കുമ്പോൾ കപ്പ പുഴുങ്ങി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കപ്പ കണ്ടിച്ച് തുണ്ടായിട്ട് പുഴുങ്ങാനായിട്ട് അത് ക്ലീൻ ചെയ്യണം. അത് നല്ലപോലെ മണ്ണും ചിലതൊക്കെ മുട്ടിയുണ്ടായിരുന്നു. എല്ലാ വീഡിയോയിലും പറയും പോലെ കപ്പൊക്കെ മുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് തുണ്ടായിട്ട് പുഴുങ്ങാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ്. അതൊന്നും കൂടി ഞുറുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്യണ്ടോ, ഇച്ചിരി വലുതായിട്ടാണ് അമ്മ കണ്ടിച്ചത്. അപ്പോൾ ഒന്നും കൂടി 2 കഷ്ണവും കൂടി ആക്കാനുള്ളതായിട്ട് വലിപ്പം ഉണ്ടായിരുന്നത്. അതൊക്കെ ക്ലീൻ ചെയ്ത്
ഇതുകൊണ്ട് ആ സിങ്ങിനകത്ത് കിടക്കുന്ന വെള്ളം ഞാൻ കപ്പ കഴുകിയ വെള്ളം കേട്ടോ, പാത്രമൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട കപ്പ എന്ന് പറയുന്നത് മുട്ടിയും കാരപ്പൊക്കെയുള്ള 2-3 കപ്പ കഷ്ണങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ചുണ്ടായിരുന്നു. കുക്കർ നിറച്ചും കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കുക്കർ അടുപ്പത്ത് വെച്ച് സൈഡിലൊരു ദോശ കരിഞ്ഞുണങ്ങി വീട് കടിച്ചിരിപ്പുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അത് കരിഞ്ഞു പോയി. ഇവർ വന്ന സമയത്ത് ഓർക്കാണ്ട് വാതിക്കേട്ട് പോയതാണ്. അപ്പോൾ ഞാൻ കപ്പയ്ക്ക് സൈഡായിട്ട് ഉള്ളിയും മുളകും, അതായത് കാന്താരിയും മുളകും ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പറമ്പിൽ തന്നെയുള്ള പോയി പറിച്ചുകൊണ്ട് വന്നത് ഉപ്പും പുളിയും കാന്താരിയും ഉള്ളിയൊക്കെ ഇട്ട് മിക്സിയിട്ട് അരച്ച് ഒന്നും കൂടി അരച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി പേസ്റ്റ് വരുമായിരുന്നെങ്കിൽ ടേസ്റ്റ് ഉണ്ടായേനെ. ഞാൻ പിന്നെ ഇങ്ങനെ സമയം പോയതുകൊണ്ട് ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തതേ ഉള്ളൂ. ഈ മുളകിന് ഒട്ടും എരിവില്ല കേട്ടോ, അതുകൊണ്ട് ദേവനൊക്കെ ഇഷ്ടമാണ്. ദേവൻ അല്ലെങ്കിലും എരിവ് ഇഷ്ടമാണ്. വിധുക്കൂട്ടൻ കഴിക്കില്ല. വിധുക്കൂട്ടന് സൈഡിൽ കൂടി പോലും എരിവ് പോകാൻ പാടില്ല. അപ്പോൾ അതൊന്നും കൂടി ഇളക്കി ഇച്ചിരി എണ്ണയും ഉപ്പും, എണ്ണ ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നതാണ് ഇതിന് നല്ലത് കേട്ടോ, ടേസ്റ്റും. അപ്പോൾ ഈ വീഡിയോ എനിക്ക് എടുത്തതിന് ചേട്ടായി. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുവാണ് കറക്റ്റായിട്ട്. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി കപ്പയായിട്ട് ഒരു പിടി പിടിക്കാമെന്നൊക്കെ വിചാരിച്ചു. കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പൊളിയാണ്. അപ്പോൾ ആർക്കും കട്ടൻ ചായ ഒന്നും വേണ്ടായിരുന്നു, കപ്പ മതി. അപ്പോൾ കപ്പ വെന്ത് റെഡിയായി ഇരിപ്പുണ്ട്. ആവി പോയില്ല. അപ്പോൾ ആവി പോകാനുള്ള അത്രയും നേരം വെക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നു. കാരണം അപ്പം തന്നെ 7:30-7:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് ആ വെയിറ്റ് പൊക്കി ആവി കളയുവാണ്. അപ്പോൾ കപ്പയൊക്കെ റെഡിയായി നല്ലപോലെ വെന്ത്, എന്നാൽ പെട്ടെന്ന് ഒറ്റ വിസിൽ മതി കേട്ടോ, അപ്പം തന്നെ കപ്പ വെന്തോളൂ. അപ്പോൾ കപ്പ ഊറ്റുവാണ്. അങ്ങനെ കപ്പ റെഡി. അപ്പോൾ ഇനി കപ്പ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയും കപ്പയൊന്നും ആരും തിന്നില്ല കേട്ടോ, പിന്നെ ഇരുന്നുകൊണ്ട് അങ്ങ് പുഴുങ്ങിയേ ഉള്ളൂ. കപ്പ ചിലതൊക്കെ കപ്പയുടെ വഴിക്ക് പോയി താഴത്തോട്ട് പോയി. അപ്പോൾ കപ്പയും മുളകും റെഡി ആയിട്ടുണ്ട്. അമ്മ അപ്പുറത്തിരുന്ന് ചോറിനാണ്. അപ്പോൾ അത് എല്ലാവരും കൂടി TV ഒക്കെ കണ്ട് സിറ്റ് ഔട്ടല്ല ഹാളിൽ വന്നിരിക്കുവാണ്. ദേവൻ കൈ എന്തോ മുറിച്ചെന്ന് പറഞ്ഞാൽ താഴെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളമാണ് സൈക്കിളിൻ്റെ ഇടയിൽ നിന്ന്. ചേട്ടായി ദോശ തന്നുകൊണ്ട് ഏടായിക്ക് ഒരു കഷ്ണം മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരിക്കണം. അമ്മയും ഓരോ കഷ്ണമൊക്കെ എടുത്ത് തിന്നുകൊണ്ട് വിധുക്കുട്ടനും കപ്പയും ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് ചക്കയും കപ്പയൊക്കെ. ദേവനും ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും തിന്നും. പിന്നെ ദേവൻ തിന്നില്ല. വിധുക്കുട്ടനാണേലും 1-2 കഷ്ണമൊക്കെ കുറച്ച് വരണുണ്ട്. അപ്പോൾ ഞങ്ങൾ ടോപ്പ് സിംഗർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവനോട് പറയാം, കണ്ടൊരു കുഞ്ഞു വെച്ച് പാട്ട് പാടും. അപ്പോൾ ദേവനും നല്ലപോലെ പാട്ടൊക്കെ പാടും, കുഞ്ഞിലേ തൊട്ട് പാടും. അപ്പോൾ അവനോട് പറയാം, നീ ഇങ്ങനെ ടോപ്പ് സിംഗറിലൊക്കെ പോകണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വിധുക്കുട്ടൻ ഓരോന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിക്കണൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ കേട്ടോ, ഞായറാഴ്ചത്തെയാണ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ അവർ ആ ഗ്യാപ്പിൽ പോയായിരുന്നു, വിധുവിനെ കാണാണ്ട് പോയായിരുന്നു. ഒരു 8-9 മണിയൊക്കെ ആയപ്പോൾ അവർ പോയി. വിധുക്കൂട്ടൻ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ വിധുക്കൂട്ടനെ കുളിപ്പിച്ച് വിധുക്കൂട്ടനെ ഉറക്കം വനെന്നൊക്കെ നുണ പറഞ്ഞ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ഉറക്കം വനെ വാവ വെക്കണമെന്ന്. എന്നാൽ അവനെ ഉറക്കാമെന്ന് ഓർത്ത് വാലടച്ച് കയറി. പക്ഷേ പുള്ളി ഉറങ്ങിയിട്ടില്ലായിരുന്നു. ദൈവം പോയി. അച്ഛനും അമ്മയും കൂടെ. വിധുക്കുട്ടൻ ഉറങ്ങിയിട്ടില്ല. വിധുക്കുട്ടനും അച്ഛനും കൂടെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ തുണി മടക്കാനുണ്ട്. സമയം ഇപ്പോൾ 10:01. ഇനിയിപ്പോൾ ഞാൻ ചോറുണ്ണണില്ല, ചേട്ടായിക്ക് ചോറുണ്ണണം. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം കിടക്കില്ല, മേലെ കഴുകണം, പാത്രമൊക്കെ കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചേട്ടായി വിധുവൊക്കെ ഉറങ്ങാണ്ട് എണീറ്റ് പോകുന്നു. ഇനിയിപ്പോൾ ചോറൊക്കെ ഉണ്ണാനായിട്ട് ചേട്ടായിട്ട് ഞാൻ പറയുക ഒന്ന് ചിരിച്ച് ഒന്നിങ്ങനെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുകയൊന്നുമില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയിൽ വന്നപ്പോൾ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. കുറേ പാത്രം അമ്മ കഴുകി വെച്ച്, പിന്നെ ബാലൻസ് കുറേ ഉണ്ടായിരുന്നു. വൈകുന്നേരത്തെ തൊട്ട് പാത്രം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കാൻ ചിലപ്പോൾ ഞാൻ വെക്കണത് അമ്മ കഴുകും. പാത്രം കഴുകാനോട് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അമ്മ കിടന്നായിരുന്നു നമുക്ക് നടുവേന എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് വേഗം കഴുകി വെച്ച്. ഇപ്പോൾ തന്നെ സമയം ഒരു 9:30 ആയെന്ന് തോന്നണം. 9:30 10 ആയി. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വന്നപ്പോൾ വിധുക്കൂട്ടന് വീണ്ടും ഉറക്കം വന്നെന്ന് പറഞ്ഞ് ചേട്ടായി ഇങ്ങനെ പാട്ടൊക്കെ പാടി ഉറക്കുവാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോൾ ഒരു ലോഡ് തുണി കട്ടിലേക്ക് കിടക്കുന്നു. അയ്യോ എന്നെ ആരെങ്കിലും ഒന്ന് മടക്കി വെക്കുകയെന്ന് പറഞ്ഞ് കട്ടിൽ നിറച്ചും തുണി കിടക്കും. എന്നാൽ പിന്നെ ദേവനും ഇല്ല വിധുക്കൂട്ടൻ ചേട്ടായുടെ കയ്യിൽ. അപ്പോൾ ഇതായിരിക്കും പറ്റിയ സമയം എന്ന് ഓർത്തെന്നാൽ അത് മടക്കാൻ നിന്നു. എന്തായാലും സമയം പോയി. നമ്മൾ സാധാരണ കിടക്കുമ്പോൾ ഒരു 12 മണിയൊക്കെ ആവാറുണ്ട്. എന്നാലും റൂമിൽ കയറിയാലും 1 മണിയൊക്കെ ആവും ഫോണും നോക്കിയൊക്കെ ഇരിക്കും. എന്നാൽ അത് മടക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ചിലതൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ ആ മേളിൽ അഴയിൽ തന്നെ ഇട്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് മേളിൽ നമ്മൾ അഴ കെട്ടിയിട്ടുണ്ട്.
റൂമിൽ തന്നെ. ഇത് അവിടെ ആരും കിടക്കണ റൂമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിരിക്കണം എന്നാന്ന് വെച്ചാൽ ചേട്ടായി കൊച്ചിനെ ഏഴുമല പൂഞ്ചോല പാട്ട് പാടി ഉറക്കണോണ്ട് ഞാൻ ചിരിക്കും കേട്ടോ. ഈ റൂമിൽ അങ്ങനെ ആരും കിടക്കാറില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വിധുക്കുട്ടനും കൂടി വന്നപ്പോൾ സ്ഥലം പോരാഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തെ റൂമിലേക്ക് മാറിയതാണ്. ഈ റൂമിൽ നല്ല തണുപ്പും നല്ല കാര്യങ്ങളൊക്കെ ആയത് എനിക്കിഷ്ടമാണ് ഈ റൂമിൽ കിടക്കാനായിട്ട്. അപ്പോൾ ആ കട്ടിലേ കിടന്ന തുണിയൊക്കെ മടക്കി വെച്ച് ഇനി ബെഡ്ഷീറ്റൊക്കെ വരച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ദേവൻ്റെ ബാഗും അവിടെ വെച്ചു. അപ്പോൾ വിധുക്കുട്ടൻ ഡസ്റ്റിൽ കയറി നിൽപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചേട്ടാ ഗ്യാപ്പിൽ ചോറൊക്കെ ഉണ്ട്, ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് അടിച്ച് വാരി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ചേട്ടാ ഇത് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയൊക്കെ പക്കയാക്കിയായിരുന്നു. ആ തുണി കണ്ട് നിങ്ങൾ ആരും പേടിക്കണം, അത് വിധുക്കുട്ടൻ്റെ ടർക്കിയായിരുന്നു കേട്ടോ, തല ഓർത്തണം. അത് കരിമ്പനൊക്കെ അടിച്ചിട്ട് ഞാൻ തട്ട് തുടയ്ക്കാനായിട്ട് വെച്ചാണ്. അത് കരിമ്പനാണ്, നമ്മൾ വാഷ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ നാളത്തേക്കുള്ള പയറും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പല്ലൊക്കെ തേച്ച് കുളിക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുളിക്കാൻ കയറുകയാണ്. അപ്പോൾ വിധുക്കുട്ടനെ ഓടി വരും. വിധുക്കുട്ടനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് മരുന്നൊക്കെ കൊടുത്ത് കുളിപ്പിച്ചായിരുന്നു. വിധുക്കുട്ടനെ ഞാനും കൂടി കുളിക്കണതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ്. ഇപ്പോൾ തന്നെ 11-11:30 ആയി കാണും സമയം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇതിൽ വൈൻഡപ്പ് പറയുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന് ഇച്ചിരി അപ്പോൾ ഇന്ന് വരുന്ന വീഡിയോയ്ക്ക് ഞാൻ മുമ്പ് പറയാൻ മറന്നുപോയതാണ്, വീഡിയോയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. അതായത് റിംഗ് ലൈറ്റും കാര്യങ്ങളില്ലാത്തതിൻ്റെയാണത്. ക്ലാരിറ്റി കുറവ്, ഇരുട്ടത്താണല്ലോ എടുത്തത്, രാത്രി ആയതുകൊണ്ട് അടുക്കളയിലൊന്നും അധികം വെട്ടയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്കാട്ടോ. അപ്പോൾ അതെല്ലാവരും സാധനം ക്ഷമിക്കുക. നമ്മൾ വരുന്ന പുറകെ വീഡിയോയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ, റിംഗ് ലൈറ്റ്, ട്രൈപോഡ്, എല്ലാ സാധനവും മേടിക്കുന്നതാണ്. റിംഗ് ലൈറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ, അത് മരിച്ചിരിക്കുക എന്ന് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയുള്ള ചാച്ച, ബൈ, സീ യു.